അപ്പുറത്തെ വീട്ടിൽ ആന വന്നു. അപ്പോൾ ഇന്ന് ഉത്സവം തീരുകയാണ്. അപ്പോൾ അതിൻ്റെ ആറാട്ടുണ്ട്. അപ്പം 3-4 ആന കാണുമായിരിക്കും. അപ്പോൾ ഇന്നലെ 4 ആന ഉണ്ടായിരുന്നു, ഇന്ന് അത്രയും കാണുമായിരിക്കും. അപ്പോൾ അതിൽ ഒരാന ഞങ്ങളുടെ പുറകുവശത്തൊരു വീടുണ്ട്. അപ്പം അവിടെ കൊണ്ടുവന്ന് ഉച്ചയ്ക്ക് തൊട്ട് അതിനെ കുളിപ്പിക്കാൻ എന്നുള്ള ശ്രമത്തിലെന്നല്ല കുളിപ്പിക്കുകയാണ്. ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതിനോടൊക്കെ പാപ്പാമാർ പറയുന്നത് കേൾക്കാം. ഞങ്ങൾ ടെറസിൽ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാം നന്നായിട്ട്. ടെറസിലെന്ന് വെച്ചാൽ മുകളിലത്തിൽ ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട് തുണിയൊക്കെ കഴുകി വിരിക്കാനൊക്കെ ഉള്ള. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴെ ആനയെ നന്നായിട്ട് കാണാം. പിന്നെ ഞാൻ കുഞ്ഞുമായിട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ ആ ആന കിടക്കുന്ന അധികം നമ്മൾ കാണാറില്ലല്ലോ. ഈ കുളിപ്പിക്കുന്ന സമയത്തൊക്കെ അല്ലേ അത് കിടക്കുള്ളൂ. പിന്നെ ഞങ്ങൾ അപ്പുറത്തും ആ പറമ്പിൽ കൂടെ അങ്ങനെ പോയി ആനയുടെ ഇച്ചിരി അടുത്ത് പോയി നിന്ന് ആനയെ കണ്ട് എന്നിട്ട് തിരിച്ച് വന്നു. അപ്പോൾ ഇപ്പം ഞാൻ ഇടയ്ക്ക് തുണിയൊക്കെ കഴുകാനൊക്കെ അങ്ങോട്ട് പോയിട്ടൊന്നും ആനയുടെ കുളി കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ആനപ്പാപ്പന്മാർ ഭയങ്കരമായിട്ട് ഈ ബ്രഷൊക്കെ വെച്ച് ഇങ്ങനെ നന്നായിട്ട് ഉരയ്ക്കുന്ന സൗണ്ട് കേൾക്കാം നമുക്ക് റൂമിലിരുന്നാൽ തന്നെ. അപ്പോൾ അതുപോലെ ഇടയ്ക്ക് ഇഷ്ടം പോലെ വെള്ളം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആനയും പാപ്പാനും കൂടെ ഏതാണ്ട് സംസാരിച്ച് കുറേ നേരം ആയല്ലോ തുടങ്ങിയിട്ട്. ഏതാണ്ട് ആനപ്പാപ്പൻ ഇങ്ങനെ ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. അപ്പം അത് ആന അപ്പം ഒരു സൗണ്ട് ഉണ്ടാക്കി. അത് നല്ല രസമാണ്. ആന ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കുമല്ലോ ഇടയ്ക്ക്, ചീറ്റുക എന്നൊക്കെ പറയുന്ന പോലെ അതങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കി അല്ലേ. ഞാനിങ്ങനെ ഓർക്കാം, എന്താ അല്ലേ സംഭവം. അത്ര വലിയൊരു ജീവിയാണെങ്കിൽ പോലും അല്ലേ നമ്മൾ മനുഷ്യർ പറയുന്നതൊക്കെ അനുസരിക്കുന്നില്ല. മനുഷ്യർക്ക് ആനയെ മെരുക്കാൻ പറ്റുമെങ്കിൽ പലരെയും മെരുക്കാൻ പറ്റും അതുപോലെ അല്ലേ. മെരുങ്ങാൻ നിൽക്കുന്ന ആനയെ മാത്രമല്ലല്ലോ, ഇപ്പം സിംഹത്തിനെയും കടുവയൊക്കെ മെരുക്കിക്കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് അല്ലേ. അത്ര വന്യമായ ജീവികളാണത്. എന്നിട്ട് പോലും അതുങ്ങളെ കൊണ്ടു നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ടി വിയിലൊക്കെ അല്ലേ. അപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ ഒരു ബന്ധു, ഒരു കൊച്ചൻ എന്നൊക്കെ ഇപ്പം കടുവയും പിടിച്ചുകൊണ്ട് അതിൻ്റെ ആ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ അത് പിടിച്ചുകൊണ്ട് ഇവൻ കൊണ്ട് നടക്കുന്നു. കൊള്ളാം. ഇവിടെ അങ്ങും അല്ല, വേറെ ഏതോ രാജ്യത്ത് പോയപ്പോഴത്തേക്കും ഉള്ളതാണ്. അങ്ങനെ വീഡിയോ ഞാൻ കണ്ട്. അപ്പം ഓരോരുത്തർക്കും പലതും പറ്റും എന്നുള്ളതാണ് അല്ലേ. നമ്മൾ വിചാരിക്കുന്ന ചില മനുഷ്യർ ഭയങ്കര ദേഷ്യക്കാരനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചാലും നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ അല്ലേ നമുക്ക് പല പല ബുദ്ധി ഉപയോഗിച്ചും അവരെയും മെരുക്കിയെടുക്കാം. പക്ഷെ അത് ഇച്ചിരി പ്രയാസമുള്ള കാര്യം തന്നെയാണ്. കാരണം ഒന്നാമത് നമ്മളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പം നമ്മളുടെ ആ സ്വഭാവത്തിനെ നമ്മൾ കീഴ്പ്പെടുത്തിക്കൊണ്ട് വേണം നമുക്ക് ഒപ്പം നിൽക്കേണ്ട ആളുടെ സ്വഭാവത്തെയും മാറ്റിയെടുക്കാനും അല്ലേ. അപ്പം പലപ്പോഴും എന്താ സംഭവിക്കുക, നമ്മളുടെ ദേഷ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പറ്റില്ല. അവർക്കും ദേഷ്യം നമുക്കും ദേഷ്യം, അവരുടെ കാഴ്ചപ്പാടും നമ്മുടെ കാഴ്ചപ്പാടും എല്ലാം കൂടെ ഒന്ന് കൂടിച്ചേർന്നൊരു വല്ലാത്ത പരുവത്തിലാകുമ്പോഴാണ് ആകെ ബുദ്ധിമുട്ട്. എന്തായാലും അതങ്ങനെ പോട്ടെ. അങ്ങനെ എന്തായാലും നന്നായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കത്തി ഉണ്ടല്ലോ, പിച്ചാത്തി, അതിട്ട് നഖമൊക്കെ വൃത്തിയാക്കുന്നുണ്ട് പാപ്പാന്. അപ്പോൾ നല്ലപോലെ ആനയുടെ നഖമൊക്കെ നല്ല കളർ പെട്ടെന്ന് പറ്റുമല്ലോ. അപ്പോൾ ആ അഴുക്കൊക്കെ നന്നായിട്ട് ചുരണ്ടിയൊക്കെ മാറ്റി നല്ല രീതിയിൽ ആറാട്ടിന് വേണ്ടിയിട്ട് കുളിപ്പിക്കുകയാണ്. ഇനി ആന എണ്ണീറ്റ് നിൽക്കുമ്പം കാണാം എത്ര പൊക്കമുണ്ട് എങ്ങനെയാണെന്നൊക്കെ. ഇവിടെ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു ഉറങ്ങിക്കോ, നമുക്ക് വൈകിട്ട് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞ് നല്ല ഉറക്കമാണ് ആൾ. ആ സമയത്ത് എൻ്റെ ജോലിയൊക്കെ ഒന്ന് ഒതുക്കി 1-2 വീഡിയോകൾ ചെയ്യാം. 2-3 ദിവസം കൊണ്ട് എനിക്ക് അതിനുള്ള സാഹചര്യങ്ങൾ കിട്ടുന്നില്ല. രാത്രി ഒരുപാട് താമസിച്ചാണ് കുഞ്ഞുറങ്ങുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ വ്യൂസൊക്കെ ഒരുപാട് കുറയുന്നുണ്ട്. എന്താണ് എന്നെനിക്കറിയില്ല. ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എന്താണ് ആ പോരായ്മ എന്നറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ശരിയാക്കി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിനും കൂടി എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണേ.